നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കിരണും ബൈജുവും രതീഷും കൂടെ അങ്ങനെ ആ ഗംഗാപ്രസാദ് അന്വേഷിച്ച് കാട്ടിക്കൂടെ വരുവാണ്. ആ സമയത്ത് ഗംഗാപ്രസാദും അമലുവും കൂടെ കാട്ടിക്കൂടെ നടക്കുന്നത്. പെട്ടെന്നാണ് ഗംഗാപ്രസാദ് ആ ഒരു ശബ്ദം കേൾക്കുന്നത്. ശബ്ദം കേട്ട് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോൾ ആരൊക്കെയോ വരുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ തന്നെ അമലുവിന്റെ കൈ വിട്ട് പെട്ടെന്ന് ഗംഗാപ്രസാദ് അങ്ങോട്ടേക്ക് ഓടി മാഞ്ഞ് അവിടെ പോയി മറിഞ്ഞിരിക്കുകയാണ്. അമലുവിന് മനസ്സിലായി, കാരണം ആരോ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവരെ പേടിച്ചിട്ടാണ് ഗംഗാപ്രസാദ് മാറിയെന്നുള്ള കാര്യം. അങ്ങനെ ഒടുവിൽ അമലുവിന്റെ അടുത്തേക്ക് കിരണും ബൈജുവും രതീഷും ഒക്കെ വരുവാണ്. ഈ സമയത്ത് ബൈജു പറഞ്ഞു, അതെ തെങ്ങ് നോക്കളിയാ, തെങ്ങ് നോക്കിയ ഒരു പെങ്കൊച്ച് നിൽക്കുന്നുണ്ടോ? അതെ, കണ്ടിട്ട് ഒരു കാട്ടുവാസിയാന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവളുടെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ ചോദിക്കാന്ന് പറയാണ്. അങ്ങനെ ഒടുവിൽ അമലുവിന്റെ അടുത്തേക്ക് വന്നു. ഈ സമയം ബൈജു ചോദിച്ചു, അല്ല ആരാ കൊച്ചേ, നീ എങ്ങനെ ഈ കാട്ടി വന്നേന്നൊക്കെ ചോദിക്കുക. അപ്പോഴേക്കും അമലു പറഞ്ഞു, ഞാനേ കാട്ടുമൂപ്പന്റെ മോളാ. ഞാൻ ആദ്യമായിട്ട് ഒരു കാട്ടുവാസിയെ കാണുന്നതെന്നൊക്കെ ബൈജു ഭയങ്കര സന്തോഷത്തോടു കൂടി പറയാണ്. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, എടാ ഇവര് നമ്മളെപ്പോലെ മനുഷ്യര് തന്നെയാ, കാട്ടി വസിക്കുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകതകളൊന്നും ഇല്ലെന്ന് പറഞ്ഞു. പിന്നീട് ബൈജു ചോദിച്ചു, അല്ല ഞങ്ങളൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നാന്ന് പറയണേ. എന്ത് കാര്യം? അമലുവിന് ഒരു കാര്യം മനസ്സിലായി, മിക്കവാറും ഈ വന്നിരിക്കുന്ന വിനായകൻ ചേട്ടന്റെ ശത്രുക്കളായിരിക്കും. അതുകൊണ്ടായിരിക്കും വിനായകൻ ചേട്ടൻ ഓടി മറിഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും ഒറ്റിക്കൊടുത്തുകൂടാ എന്നൊരു ചിന്ത അമലുവിന്റെ മനസ്സിലുണ്ട്. അപ്പോഴേക്കും കിരൺ ചോദിച്ചു, അല്ല കുട്ടി, ഇവിടെ എങ്ങാനും കിടന്ന് ഒരു വല്ല ബോഡിയും കണ്ടായിരുന്നു എന്ന് ചോദിക്കണം. ബോഡിയോ എന്ന് ചോദിച്ചു. അല്ല ഇവിടെ ബോഡി കിട്ടുമോ, അല്ലെങ്കിൽ വല്ല വന്യമൃഗങ്ങളോ വല്ല ആരെങ്കിലും ഭക്ഷിക്കുന്ന അങ്ങനെ വല്ലതും കണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കണം. അത് കേട്ട് കഴിഞ്ഞപ്പം അമലു ഒന്നും അറിയത്തില്ലാത്ത മട്ടി ചോദിച്ചു, അല്ല നിങ്ങൾ ആരെങ്കിലും കൊന്നിവിടെ കൊണ്ട് നിട്ടായിരുന്നോ? അപ്പോഴേ കിരൺ പറഞ്ഞു, ഞങ്ങൾ കൊല്ലാനോ, ഞങ്ങൾ ആരെയും കൊന്നിട്ടൊന്നുമില്ല. ഞങ്ങളുടെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു, കൂട്ടം തെറ്റി ഇവിടെ അപകടത്തിൽപ്പെട്ടു. അപ്പൊ അയാളെ അന്വേഷിച്ച് ഞങ്ങൾ ഇറങ്ങിയിരിക്കുക. വേണമെങ്കിൽ അയാളുടെ ഫോട്ടോ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഗാപ്രസാദിന്റെ ഫോട്ടോ എടുത്ത് കാണിക്കുക. ആ സമയത്ത് ഗംഗാപ്രസാദ് അവിടെ നിന്ന് മറിഞ്ഞെന്ന് നോക്കുവാണ്. അങ്ങനെ ഫോട്ടോ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അമലു ഒന്ന് ഞെട്ടി. തന്റെ വിനായകൻ ചേട്ടന്റെ ഫോട്ടോയാണ് കാണിച്ചിരിക്കുന്നത്. ദൈവമേ, പെട്ടോ പിടിക്കപ്പെടുവോ എന്നൊരു ചിന്ത മനസ്സിലുണ്ട്. പെട്ടെന്ന് ബൈജു അമലുവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു, അല്ല എന്താ കുട്ടി, കുട്ടിക്ക് മനസ്സിലായ ആളെ? എന്തോ ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ കുട്ടിയുടെ മുഖത്ത്, മനസ്സിലായതുപോലെ തോന്നുന്നുണ്ടല്ലോ. അപ്പോഴേക്കും അമലു പറഞ്ഞു, എനിക്കറിയില്ല. കിരൺ പറഞ്ഞു, അറിയാമെങ്കിൽ പറ, ഇയാളുടെ ബോഡി കിട്ടുമോ, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാണ്. അപ്പോഴേക്കും അമലു പറഞ്ഞു, ഞങ്ങളാരും ബോഡിയൊന്നും കണ്ടിട്ടില്ല. പിന്നെ ആ കൊക്കയുടെ മോളിൽ നിന്ന് താഴേക്ക് വന്നിട്ടുണ്ടേ ഉണ്ടല്ലോ, ബോഡി പോലും കിട്ടത്തില്ല. ഇവിടെ വരുമ്പോഴത്തേനും ബോഡിയൊക്കെ ചിന്നിച്ചതറും. പിന്നെ അവർ ജീവിച്ചിരിക്കാനൊന്നും പോകുന്നില്ല, വന്യമൃഗങ്ങളൊക്കെ ഭക്ഷിക്കുകയും ചെയ്യും. പിന്നെ ഇവിടെ ഇട്ട് ഭക്ഷിക്കാനൊന്നും പോകുന്നില്ല, കുറച്ച് ദൂരേക്ക് വലിച്ചു മാറ്റി കൊണ്ടിട്ടൊക്കെ ഭക്ഷിക്കുള്ളൂ. നിങ്ങളൊരു കാര്യം ചെയ്യുക, കുറച്ച് ദൂരേക്ക് മാറി നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ കിരൺ പറഞ്ഞു, സത്യമാണല്ലോ അല്ലേ? അതേന്ന് പറഞ്ഞു. അങ്ങനെ ബാടാ ബൈജു, നമുക്ക് അവിടെയൊക്കെ പോയി അന്വേഷിക്കാന്ന് പറഞ്ഞിട്ട് കിരൺ ബൈജുവിനെയും രതീഷിനെയും ഒക്കെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേ പോയി. അപ്പോഴാണ് ശരിക്കും അമലുവിനൊരു സമാധാനമായത്. അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാപ്രസാദ് അമലുവിന്റെ അടുത്തേക്ക് വന്നു. ഈ സമയത്ത് അമലു പറഞ്ഞു, അതെ ചേട്ടനെ അന്വേഷിച്ചു വന്നാ ഒരു ഫോട്ടോ എന്നെ കാണിച്ചിട്ട് ചോദിച്ചു, അറിയുമോന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല. ചേട്ടന്റെ ബോഡി കിട്ടിയോന്നൊക്കെയാ ചോദിച്ചേ. വന്നത് ചേട്ടന്റെ ശത്രുക്കളാണല്ലേ, ചേട്ടനെ ഉപദ്രവിച്ച അവരായിരുന്നല്ലേന്ന് ചോദിക്കാം. അതെ, അവരെന്നെ കണ്ട കൊന്നു കളയുന്ന ആംഗ്യം കാണിക്കുകയാണ്. ചേട്ടൻ പേടിക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ. ഇനി എന്താണെങ്കിലും ഞാൻ പറഞ്ഞു കൊടുക്കാനും പോകുന്നില്ല. ഇവിടെ വെച്ച് ചേട്ടൻ്റെ ഒരു ആപത്ത് സംഭവിക്കാൻ പോകുന്നില്ല. ചേട്ടൻ ധൈര്യമായിട്ടിരിക്കുക, ഞാനല്ലേ കൂടെയുള്ളേ. പിന്നീട് അമലു ഗംഗാപ്രസാദിനെ ചേർത്ത് പിടിച്ച് നടക്കുക. ആ സമയം ഗംഗാപ്രസാദ് മനസ്സിൽ കരുതി, ഈ കാട്ടുവാസികളെ വെച്ച് താനൊരു കളി കളിക്കുന്നുണ്ട്. ഇവർക്ക് അറിയത്തില്ലല്ലോ താൻ ആരാ എന്താ ഏതാന്നൊക്കെ. എടാ കിരണേ, ഞാനങ്ങോട്ട് തിരിച്ചു വരും. അതെ, ഉഗ്രവിഷമുള്ള പാമ്പാ ഞാന്. എന്റെ മാലറ്റം മുറിഞ്ഞു പോലെ എനിക്ക് തോന്നുള്ളൂ. എന്നാലും അത് മുറികൂട് വീണ്ടും ഞാൻ അങ്ങോട്ട് തിരിച്ചു വരും. നിന്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കൂടാ ഞാൻ. ഇത്രയും കാലം എന്റെ ഏറ്റവും വലിയ ശത്രു ആ കാർത്തിക ലക്ഷ്മിയമ്മയൊക്കെ ആയിരുന്നു. പക്ഷെ ഇനി അങ്ങനെയല്ല, നീയൊക്കെ എന്റെ ശത്രുവാ. നിന്നെയൊക്കെ എങ്ങനെ വേണം കൈകാര്യം ചെയ്യണം എന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നൊക്കെ ഇങ്ങനെ ഗംഗാപ്രസാദ് മനസ്സിൽ കരുതുക. പാവം അമലുവിന് പക്ഷേ ഇതൊന്നും അറിയത്തുണ്ടായിരുന്നില്ലോ. അമലു വിചാരിച്ചുകൊണ്ടിരിക്കുന്ന പാവം ചേട്ടൻ ഒരു ഫോട്ടോഗ്രാഫർ ആകുമ്പോൾ പിന്നെ പാവം ആയിരിക്കുമല്ലോ. അങ്ങനെ ഒരു ചിന്തയൊക്കെയാണ് അവന് മനസ്സിലുള്ളത്. അങ്ങനെ ഗംഗാപ്രസാദിനെയും കൂട്ടി അങ്ങോട്ടേക്ക് പോയി. പിന്നീട് കിരണും ബൈജുവും രതീഷും ഒക്കെ അതിലൂടെയൊക്കെ കാട് നീടെ അന്വേഷിക്കുകയാണ്, എവിടെയെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും എല്ലും മുട്ടിയോ എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് രതീഷും ബൈജുവിനോട് പറഞ്ഞു, എടാ ബൈജു, ഇവിടെയൊക്കെ അട്ടയൊക്കെ കാണൂട്ടോ, നീ സൂക്ഷിച്ചോ, നിന്റെ കാലിലൊക്കെ കയറി കടിച്ച നിന്റെ കാല് മേലാത്തല്ലേ. അതെ,
രതീഷേട്ടാ, അതൊന്നും പ്രശ്നമല്ല. കാരണം ഈ അട്ട ഒരു ഔഷധാന്ന് പറഞ്ഞേ, കാലക്കടിക്കോടെ നല്ലതാന്നാ പറഞ്ഞേ. കിരൺ പറഞ്ഞു, അത് ശരിയാ, അതും കേട്ടിട്ടുണ്ട്. അല്ല, ഇവിടെ എങ്ങും ഒന്നും കാണുന്നില്ലല്ലോ കിരണളിയ. ഇനിയിപ്പോ ഇല്ലേ? അല്ല, ഇവിടെയൊക്കെ കാണണ്ടായിരുന്നല്ലോ. ഒരു പക്ഷെ അവൻ ചത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ അവശിഷ്ടങ്ങൾ എന്തെങ്കിലും കിട്ടേണ്ടല്ലേ? ഇവിടെ ഒന്നും ഇല്ലോന്ന് പറയാണ്. ചിലപ്പോ നമുക്ക് അപ്പുറത്തേക്കൂടെ ഒന്ന് മാറി നോക്കാം. ചിലപ്പോൾ അവിടെ എവിടെയെങ്കിലും ആണോന്ന് അറിയത്തില്ലോ. വല്ല വന്യമൃഗങ്ങളും വലിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിലോ. അങ്ങനെ അവരെല്ലോടെ തെരഞ്ഞു നടക്കുക. ആ സമയത്ത് ഗംഗാപ്രസാദും അമലും കൂടെ അങ്ങോട്ട് പോവാണ്. അപ്പൊ അമലു ഗംഗാപ്രസാദിന്റെ കയ്യെ പിടിച്ചിട്ടുണ്ട്. അമലു പറഞ്ഞ് പേടിക്കൊന്നും വേണ്ടാന്ന് പറയണം. അപ്പോഴാണ് കുറെ കാട്ടുകുറുനരികൾ ഓരിയിടുന്നേ. ഇതെന്താ നേരത്തെ ഓരിയിടുന്നേ? ഇത് പതിവില്ലാത്ത ആളോ? കാട്ടുരാക്ഷസന്മാര് കേറിയിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കും. മനുഷ്യന്മാരുടെ മണം അടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് രാക്ഷസന്മാരല്ലേ അവന്മാര് കാട്ടിൽ കയറിയിരിക്കുന്നേ. ആ സമയത്ത് ഗംഗാപ്രസാദ് മനസ്സിൽ പറഞ്ഞു, നിന്റെ കൂടെയുള്ള ഏറ്റവും വലിയ രാക്ഷസൻ അത് നീ മനസ്സിലാക്കാതെ പോയി. ഞാൻ വന്നറിഞ്ഞിട്ടായിരിക്കും അവന്മാര് കിടന്ന് ഓരിയിടുന്നേ. മിക്കവാറും കണ്ടോ എല്ലാത്തിനും ഞാൻ തീർത്ത് കളയും ഇവിടുന്ന് എന്നിട്ട്. അപ്പോഴേക്കും നോക്കിക്കഴിഞ്ഞപ്പോ കിരണയ്ക്ക് അതിലൂടെ അന്വേഷിച്ച് പോകുന്നു കണ്ടു. ആ സമയം ഗംഗാപ്രസാദ് മനസ്സിൽ കരുതി, ഇവളുടെ കൈവശത്തുനിന്ന് ആ അമ്പും വില്ലും ഒക്കെ എയ്യുന്ന വിദ്യയും കൂടെ പഠിക്കുമായിരുന്നെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു. അവന്റെ മാറ് തുളച്ചൊരു അമ്പങ്ങയുടെ ഇത് വിടായിരുന്നു എന്നൊരു ചിന്തയൊക്കെയായിരുന്നു ഗംഗാപ്രസാദ് മനസ്സിലുണ്ടായിരുന്നേ. ഒരു കാരണവശാലും അവനെ ജീവിക്കാൻ തന്നെ സമ്മതിക്കില്ല എന്നൊരു ചിന്ത. ആ സമയം അവന് ഗംഗാപ്രസാദിനെ ചേർത്ത് പിടിച്ചു. അപ്പോഴേക്കും ഗംഗാപ്രസാദ് മനസ്സ് കരുതി, ഇവള് തന്റെ ഏറ്റവും വലിയ ആയുധമാണ്. ഇവളെ ഒന്ന് പ്രണയിക്കുന്ന പോലെ അങ്ങോട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പ്രണയിക്കുന്ന പെണ്ണ് ഒരു കാരണവശാലും കൈവിടില്ല. കാരണം തന്റെ പ്രണയിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അപവാദം കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും വിശ്വസിക്കാനും പോകുന്നില്ല. ചേർത്ത് പിടിച്ച് കൂടെ കൊണ്ടു നടക്കും. അതൊരു നല്ല കാര്യം തന്നെയാണ്. അങ്ങനെയാണ് ഒരു പണി കൊടുക്കണം. പെട്ടെന്ന് ഗംഗാപ്രസാദ് വീഴുന്ന പോലെ അഭിനയിക്കണം. ആ സമയം അവല് ചാടി കയറി പിടിച്ചു. ഷോ നോക്കി നടക്കണ്ട വിനയേട്ട, സാരമില്ല, ഞാൻ പിടിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോഴത്തേനും ഗംഗാപ്രസാദ് അമലുവിനെ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ്. നെഞ്ചോട് ചേർത്ത് പിടിച്ച് നടക്കുകയാണ്. അമലുവിന് ഭയങ്കര സന്തോഷം. അമലു ഗംഗാപ്രസാദിന്റെ കയ്യെ പിടിച്ചു സന്തോഷത്തോടെ നടക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഗംഗാപ്രസാദ് അമലുവിനെ നോക്കുന്നുണ്ട്. അമലുവിന്റെ കണ്ണിലേക്ക്. അമലുവിന്റെ കണ്ണിലെ പ്രണയമുണ്ട്. ആ സമയത്ത് അമലു പറഞ്ഞു, അതെ, ഇനിയിപ്പൊ വിനായകൻ ചേട്ടൻ പോകുന്ന കാര്യം ഓർത്തിട്ട് എനിക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. വിനായകൻ ചേട്ടൻ പോയാൽ എനിക്ക് സങ്കടമായിരിക്കും. കാരണം ഇത്രയൊക്കെ ആയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അമലു നിർത്തിയിട്ട് വിനായകനെ നോക്കി. വിനായകനെ നോക്കുവാണ്. ഗംഗാപ്രസാദിനെ നോക്കുക. അപ്പോഴേക്കും ഗംഗാപ്രസാദ് മനസ്സിൽ കരുതി, ഇവള് തന്റെ ചൂണ്ടയെ കൊത്തിക്കഴിഞ്ഞു, ഇനിയിപ്പൊ പ്രശ്നമില്ല. ആ സമയം കിരണും ബൈജു എല്ലാം അവിടെയൊക്കെ അരിച്ചു വെറുക്കുന്നുണ്ട്. പക്ഷെ ഇവര് തമ്മിൽ പരസ്പരം കാണുന്നില്ല. ഒടുവില് ഗംഗാപ്രസാദിനും ചേർത്ത് പിടിച്ച് കുടിലേക്ക് വരുവാണ് അമലു. ആ സമയത്താണ് വേലു അങ്ങോട്ടേക്ക് വരുന്നത്. വേലുവിനത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അവരുടെ ആ ചേർന്നിട്ടുള്ള വരവ്. വേലു രൂക്ഷമായിട്ട് നോക്കുവാണ് രണ്ടുപേരെ. വേലു വന്നിട്ട് ചോദിച്ചു, എന്താ അതെന്ന് ചോദിക്കുവാണ്. അപ്പോഴേക്കും ഗംഗാപ്രസാദ് അമലുവിന്റെ തോളത്തുനിന്ന് കൈയെടുത്തു. അല്ല, അത് പിന്നെ വിനായകൻ ചേട്ടനെ തനിച്ച് നടക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ചേർത്ത് പിടിച്ചു വന്നേന്ന് പറയണം. ഇതൊന്നും ശരിയല്ല, നീ അങ്ങോട്ട് നീങ്ങി നിൽക്കാൻ പറയണം. അവര് പെട്ടെന്ന് നീങ്ങിന്നു. അതെ, ഇവനെ ഞാൻ കൊണ്ടുപോയിക്കോളാന്ന് പറയണം. അങ്ങനെ അവന്റെ തോളത്തേക്ക് അങ്ങോട്ട് കൈയിടുവാണ്. ഗംഗാപ്രസാദിന്റെ തോളത്ത് കൈയിട്ട് ചേർത്ത് പിടിച്ചു. പെട്ടെന്ന് അങ്ങ് നടത്തിക്കാൻ തുടങ്ങുമ്പോഴത്തേനും അമൽ പറഞ്ഞു, എന്താ ഇതാ വേലു കാണിക്കണേ? ചില സമയത്ത് ഇതേ കാട്ടുചിന്തകളെക്കാളും ദുഷ്ടമുള്ള നിന്റെ മനസ്സ്, അത് പാവപ്പെട്ട ഒരു ജീവനല്ലേ, അതിനിങ്ങനെ ക്രൂശിക്കാൻ പാടുണ്ടോ? ദേ, നീ മിണ്ടരുത്, ഇവനെ നടത്തിക്കാൻ എനിക്കറിയാന്ന് പറഞ്ഞു. അമലുവിനെ ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഗംഗാപ്രസാദ് ഒന്ന് നോക്കി അവനെ. ഗംഗാപ്രസാദിനോട് വേലു പറഞ്ഞു, അതെ, നിന്നെ ജീവൻ രക്ഷിച്ച് ഇവിടെ വരെ എത്തിച്ച ഞാനാ. ആ നന്ദിയും കടപ്പാടും നിനക്കുണ്ടായിരിക്കണം. ദേ, ഈ കാട്ടിലെ പെൺകുട്ടികൾ പാവാ. ഇങ്ങനെ നാട്ടിൽ നിന്ന് കുറച്ചവന്മാർ ഇറങ്ങും, ഒടുവിൽ നശിപ്പിച്ചിട്ട് പോവുകയും ചെയ്യും. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഇവിടെ സംഭവിച്ചാണ്ടല്ലോ വെറുതെ വെച്ചേക്കില്ല. നിന്റെ സ്വഭാവം മോശമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് കാട്ടിൽ നിന്ന് പോകാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് ഇവിടുത്തെ കരിങ്കാളിയെ പ്രീതിപ്പെടുത്തുന്ന സ്വഭാവമുണ്ട്. കാട്ടുമൃഗങ്ങളെ ബലി കൊടുക്കാറുണ്ട്. ഇടയ്ക്ക് ആടിനെ കോഴിയും ഒക്കെ കൊടുക്കാറുണ്ട്. മൃഗബലി നടത്തിയെന്ന് ഓർത്തും പ്രശ്നമൊന്നുമില്ല. അറിയാലോ, അങ്ങനെ ഒന്നും ഉണ്ടായിക്കൂടാ. മര്യാദയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ കൊള്ളാം, അല്ലെങ്കിലുണ്ടല്ലോ കരിങ്കാളിയെ പ്രീതിപ്പെടുത്താനായിട്ട് പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. ആ സമയത്ത് ഗംഗാപ്രസാദ് മനസ്സിൽ കരുതി, ഇവൻ തനിക്കൊരു പാരയാകുവാണ്, എന്ത് ചെയ്യണം തനിക്കറിയാം എന്നൊരു ചിന്തയായിരുന്നു ഗംഗാപ്രസാദിന്റെ മനസ്സിൽ. കുറച്ചു കഴിഞ്ഞപ്പോൾ തെരച്ചിലൊക്കെ മതിയാക്കി കിരണും ബൈജുവും രതീഷും കൂടെ അങ്ങനെ കടത്തിന്റെ അങ്ങോട്ടേക്ക് വന്നു. അപ്പോഴേക്കും കടത്തുകാരൻ ചോദിച്ചു, എങ്ങനെയായി? പോയ കാര്യം സാധിച്ചോന്ന് ചോദിക്കണം. അപ്പോഴേക്കും കിരൺ പറഞ്ഞ, ഇല്ല, നിങ്ങൾ വല്ല കഞ്ചാവോ മറ്റോ അന്വേഷിച്ച് പോയതാണ്. അതൊന്നുമില്ല, ഞങ്ങൾ അതിനൊന്നും പോയതല്ലെന്ന് പറയണം. അല്ല, അങ്ങനെ എന്തേലും ആണ് എന്നോട് പറഞ്ഞാൽ മതി, ഞാനും കൂടി വരാമെന്ന് പറയണം. അല്ല, ഇനിയിപ്പോ വേറെന്തേലും കാര്യത്തിന് വേണ്ടി പോയതാണോ? അത് കേട്ടതും ബൈജു പറഞ്ഞു, ഞങ്ങൾ കുറച്ച് ചെറുതേൻ എടുക്കാൻ പോയതോ. ചെറുതേൻ എടുക്കാൻ പോയതാണോ? അങ്ങനെയാണ് സൂക്ഷിക്കണം കേട്ടോ. കാരണം പരിചയമില്ലാത്തവരൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും കിട്ടാൻ വഴിയില്ല.
മാത്രമല്ല അപകടം കൂടുതലാണ് താനും. പിന്നെ ഞങ്ങളൊക്കെ നേരെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെയൊക്കെ കയറാറൊക്കെ ഉണ്ട്. ഈ കാട്ടുമുയലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അവിടെ കയറി കാട്ടുമുയൽ നേർക്ക് നമ്മൾ വെട്ടമടിച്ചിട്ടുണ്ടെങ്കിൽ അനങ്ങാൻ നിൽക്കും. അപ്പോൾ വേട്ടയാടി പിടിച്ച് അവിടുന്ന് ചുട്ട് നിന്നിട്ട് ഇറങ്ങി വരാറുണ്ട്. പക്ഷെ ഇപ്പോഴങ്ങനെയൊന്നും നടക്കാറൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്ന സമയത്ത് കിരണിനോട് ചോദിച്ചു, അല്ല ഇനിയിപ്പം നിങ്ങൾ വേറെ വല്ല ആവശ്യത്തിനും കൂടെ ആയിട്ട് പോയതാണോ? അപ്പോഴേക്കും കിരൺ പറഞ്ഞു, ഒരാളെ അന്വേഷിച്ച് പോയതാ. അതെന്താ കൂട്ടം തെറ്റിപ്പോയതാണോ? അതെ, കൂട്ടം തെറ്റിപ്പോയതാ. അങ്ങനെ പോയാൽ പിന്നെ നോക്കണ്ട, ഇനിയിപ്പോ അയാളെ കിട്ടാനൊന്നും പോകുന്നില്ല. അവിടെ പെട്ടുപോയാൽ തന്നെയാ, പിന്നെ പുറലോകം കാണത്തില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോ കിരൺ ചോദിച്ചു, അല്ല അവിടെ വെച്ച് എന്തേലും സംഭവിച്ചിട്ടുണ്ടായിരിക്കോ? പിന്നെ അവിടെ ഇഷ്ടപോലെ വന്യമൃഗങ്ങളൊക്കെ ഉള്ളതല്ലേ, ഉറപ്പായിട്ടും ജീവനെടുത്ത് കാണുമായിരിക്കും. അപ്പോഴേക്കും ബൈജു പറഞ്ഞു, ഞങ്ങൾ അവിടെ വെച്ച് ഒരു പെൺകുട്ടിയെ കണ്ടായിരുന്നു. അത് ചിലപ്പോ കാട്ടുമൂപ്പന്റെ മോളോ മറ്റോ ആയിരിക്കും. കുറച്ച് കാട്ടുവാസികളുണ്ട് അവിടെ. അവരെ ഇടയ്ക്കിടയ്ക്ക് തേനുമൊക്കെ ആയിട്ട് പുറത്തേക്ക് പോകുന്നതാണ്, പുറത്തേക്ക് വരാറുള്ളൂ. അല്ലാതെ അവരെ കാട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങാറൊന്നും ഇല്ലെന്ന് പറയണം. അവർക്ക് പിന്നെ അവിടെ എല്ലാം നല്ല പരിചയമല്ലേ. പിന്നെ കുറുനരികളും വന്യമൃഗങ്ങളും ഇഷ്ടം പോലെ ഉണ്ട്. അവരൊക്കെ കൂടിയാണ് അവിടെയെല്ലാം ഭരിക്കുന്നത്. നമ്മക്ക് അങ്ങോട്ട് ചെല്ലാനൊന്നും പറ്റില്ല. പിന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു പോയ ആളെ ഇനി നോക്കിയിട്ട് അന്വേഷിച്ചിട്ടൊന്നും കാര്യമില്ല. അവൻ ഇനിയിപ്പോ ജീവനോടെ കിട്ടാനൊന്നും പോകുന്നില്ല. അയാൾ എപ്പോഴേ മരിച്ചു കാണുമായിരിക്കും, വന്യമൃഗങ്ങൾ ഭക്ഷിച്ചും കാണും എന്നൊക്കെ പറയണം. പിന്നെ നിങ്ങളിങ്ങനെ തിരയാൻ പോവാന്നുള്ള കാര്യം അറിയുമായിരുന്നെങ്കിൽ എന്നോട് ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. എൻ്റെ കുറച്ച് കൂട്ടുകാരൊക്കെ കാട്ടിലുണ്ട്, അവരെയും കൂടി കൂട്ടി നമുക്ക് തിരയായിരുന്നു. അതൊരു നല്ല കാര്യമായിരുന്നു. നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു പറയണം. ഒരു ദിവസത്തെ തച്ചെനിക്ക് തന്നാൽ മതിയായിരുന്നു. അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, അത് ഞങ്ങൾക്കറിയില്ലായിരുന്നു കേട്ടോ, അത് കണ്ടാന്ന് പറയണം. ശരി, സാരമില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കല്യാണി പ്രകാശിന്റെ അടുത്ത് ഒന്ന് മരുന്നൊക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അച്ഛാ ഈ മരുന്നൊക്കെ കഴിക്കാൻ പറയണം. കുറച്ച് ദിവസങ്ങളായിട്ട് അച്ഛൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. എന്തിനാ മോളെ ഈ മരുന്നൊക്കെ? എനിക്ക് എൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അച്ഛനും കൂടെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ എനിക്ക് ആരാ അച്ഛാ ഉള്ളത്? അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എനിക്കത് താങ്ങാൻ പറ്റില്ല. അമ്മയോ എനിക്ക് നഷ്ടമായി. അതൊക്കെ പറഞ്ഞ് കല്യാണി സങ്കടപ്പെടുമ്പോഴത്തേനുമാണ് പുറത്ത് കിരണിന്റെ കാറ് വന്ന് നിൽക്കുന്നത്. അങ്ങനെ കാരണത്തുനിന്ന് കിരണും ബൈജുവും രതീഷും കൂടെ കയറി വന്നു. അപ്പോഴേക്കും പ്രകാശൻ ആകാംക്ഷപൂർവ്വം ചോദിച്ചു, എന്തായി മോനെ കാര്യങ്ങള്? അവന്റെ വിവരം വല്ലതും കിട്ടിയോ? അവനെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരം കിട്ടിയോ? ബൈജു പറഞ്ഞു, ഒന്നും കിട്ടിയില്ല, ഒരെല്ലും മുട്ടിയും പോലും കിട്ടിയില്ല എന്ന് പറയാണ്. കിരൺ പറഞ്ഞു, അതെ, അവൻ ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പ്രകാശൻ പറഞ്ഞു, അതെങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും? അവനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഇത്തിരി കിട്ടുമായിരുന്നെങ്കിൽ ഒരെന്തെങ്കിലും അവശിഷ്ടം അവന്റെ കിട്ടുവാനും നമുക്ക് ഉറപ്പിക്കായിരുന്നു. പക്ഷെ അല്ലാത്ത ഒരു സ്ഥിതിക്ക് നമുക്ക് എന്തേലും ഊഹിച്ചങ്ങ് പറയാൻ പറ്റുമോ? എൻ്റെ അച്ഛ, അങ്ങനെ ഒന്നും ഇനി ഉണ്ടാകത്തില്ല. ഇനി അവൻ തിരിച്ചു വരാൻ പോകുന്നില്ല. ഗംഗാപ്രസാദം നിന്ന് അദ്ദേഹം അവസാനിച്ചു കഴിഞ്ഞു. കല്യാണി വെച്ചു, അല്ല അവിടെ ആരെങ്കിലും കണ്ടു ചോദിക്കുമായിരുന്നെങ്കിൽ. അപ്പോഴേക്കും ബൈജു പറഞ്ഞു, അവിടേക്ക് ആൾതാമസം ഉള്ളതാന്നേ. ഒരു കാട്ടുവാസ പെൺകൊച്ചിനെ ഞങ്ങൾ കണ്ടു. അവളോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവള് പറയുന്നേ അങ്ങനെ ഒരാളെ അവിടെ കണ്ടിട്ടില്ലെന്നാ പറഞ്ഞേ. ജഡം പോലും കണ്ടിട്ടില്ല എന്ന് പറയുന്നു. പിന്നെന്താ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. പ്രകാശം പറഞ്ഞു, എന്നാലും എനിക്കൊരു ഭയം. എന്തിനാ അച്ഛാ പേടിക്കണേന്ന് കിരൺ ചോദിച്ചു. ഇനിയിപ്പോൾ കാർത്തികയുടെ കല്യാണത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. കല്യാണം നല്ല രീതിയിൽ തന്നെ നടത്തണം, ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല. ബൈജു പറഞ്ഞു, അത് ശരിയാ, അങ്ങനെ തന്നെ ഇനി ചെയ്യണ്ടേ. അല്ലെങ്കിലും അവൻ ഇനി ഇപ്പം വരാൻ പോകുന്നില്ല, അവന്റെ കഥ കഴിഞ്ഞത് തന്നെ. ആ സമയം പ്രകാശം പറഞ്ഞു, എന്നാലും നമ്മളൊന്ന് സൂക്ഷിക്കാൻ നല്ലതാ കാർത്തികയുടെ കല്യാണം. കാരണം ഇതിനു മുമ്പ് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ട് അവൻ തിരികെ വന്നിട്ടുണ്ട്. ആ സമയം കിരൺ പറഞ്ഞു, അച്ഛൻ പേടിക്കൊന്നും വേണ്ട, എനിക്കറിയായിരുന്നു അവന്റെ തന്ത്രങ്ങളൊക്കെ. അതുകൊണ്ടാണല്ലോ അവൻ ഈ മണ്ഡലകാലത്ത് അയ്യപ്പന്റെ വേഷം കെട്ടി അങ്ങോട്ടേക്ക് വരുമെന്ന് എനിക്കറിയായിരുന്നു. സ്വാമി വേഷം കെട്ടി വന്നോണ്ട് അപ്പൊ തന്നെ അവനെ പിടികൂടിയില്ലേ. അവനെ പിടികൂടി കഥ കഴിക്കുകയും ചെയ്തു. ഇനി അതൊന്നും ഓർത്ത് പേടിക്കണ്ട കല്യാണി. നീ നിന്റെ അമ്മയെ ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. അമ്മയുടെ ആത്മാവിന് മോശം കിട്ടി, അവൻ തീർന്നെന്നൊക്കെ പറയണം. പക്ഷെ എന്നാലും കല്യാണിയുടെ മനസ്സിലൊരു സംശയം നിലനിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.